ആദിക്കുട്ടൻ്റെ മുടി കളയാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പളനിയിൽ പോകാനായിട്ടൊക്കെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ശനിയാഴ്ച 5 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. 4 മണിയൊക്കെ ആയപ്പോഴേ എഴുന്നേറ്റ് റെഡിയായി കുഞ്ഞിന് കൊണ്ടുപോകാനുള്ള പയറൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 5 മണി പറഞ്ഞെങ്കിലും ഒരു 6 മണിക്കുള്ളിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. യാത്രയ്ക്കിടയിൽ കുഞ്ഞൊക്കെ ഉറക്കമായതുകൊണ്ട് നമ്മൾ കുതിരാൻതുരങ്കമൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഞാനും കുഞ്ഞും ഏട്ടനും പിന്നെ എൻ്റെ അമ്മയുണ്ടായിരുന്നു, എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു, ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു കാറ് വിളിച്ചിട്ടാണ് പോയത്. ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്നുണ്ട്, ഏട്ടൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരണമായിരുന്നു. അങ്ങനെ ഒരു കാറിലാണ് പോയത്. രാവിലെ 4 മണിയൊക്കെ ആയപ്പോഴും നമ്മൾ പളനിയിലെത്തി. അവിടെ റൂം എടുത്ത് കുഞ്ഞുങ്ങളൊക്കെ വണ്ടിയിലൊക്കെ ഇരുന്ന് നല്ല ഉറക്കമായിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ മുടി വെട്ടാൻ ആൾ വന്നപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന് റെസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മുടി വെട്ടാനുള്ള ആൾ താഴെ വന്ന്. അപ്പോൾ എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് തുമ്പ് വെട്ടിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതെല്ലാം ചീപ്പി വൃത്തിയാക്കിയിട്ട് അളവൊക്കെ പിടിച്ച് നോക്കുകയാണ്. ഒരുപാട് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് വരത്തേക്കുണ്ട്, കുറച്ച് വെട്ടിയാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അതേ സമയത്ത് മോനിങ്ങനെ മറ്റേ മുടി വെട്ടുന്ന കുഞ്ഞിൻ്റെ മുടി വെട്ടുന്നുണ്ടായിരുന്നു, അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴൊന്നും ആൾ കരച്ചിലല്ലായിരുന്നു കേട്ടോ, ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. പിന്നെ ആദ്യം ഇതിൻ്റെ ഇടയ്ക്ക് കരച്ചിൽ വന്നപ്പോൾ പിന്നെ ചേട്ടൻ്റെ മുടിയാണ് ആദ്യം വെട്ടിയത്. സമയത്ത് ഞങ്ങളൊന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ മാറ്റിക്കൊണ്ടിരുന്ന കറങ്ങാൻ പോയിട്ട് വന്നപ്പോൾ ഞാൻ കയ്യിൽ വയ്ക്കാനായിട്ടൊരു ചെറിയ ഫോണും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പം ആദ്യം കഴുകിയ സമയത്ത് നാളെ വലിയ ബഹളമില്ലാതെ ഇരുന്ന്, എന്നാലും എഴുന്നേറ്റ് ഓടാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ മുടി വെട്ടാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എളുത്താനിക്കുളം കാണിച്ചു ഭയങ്കര കരച്ചിൽ. 2 പേരും 3 പേരും ഒക്കെ പിടിച്ചിരുത്തിയാണ് ആളെ മുടി വെട്ടിയത്. പിന്നെ മുടി വെട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലൊക്കെ പോയി കുളിച്ച് വന്ന് അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയ വഴിക്ക് നമ്മൾ ചന്ദനമൊക്കെ പൂശി. ഈ ചന്ദനം പൂശിയ സമയത്ത് ആൾ കരച്ചിലായിരുന്നു കേട്ടോ. ഒക്കെ തലയിലൊക്കെ ചെറിയ കുരുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മുടി വെട്ടിയ സമയത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേദനയെ കൊണ്ടായിരിക്കും ആൾ കരഞ്ഞത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ചെന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഫോട്ടോസൊക്കെ എടുത്തത്. ഇടയ്ക്കൊന്നും ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല, ഫോൺ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആകെ ഒരാളുടെ കയ്യിലേ ഉള്ളായിരുന്നു ഫോൺ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു, രാത്രി ഫുഡൊക്കെ കഴിച്ച് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ അവിടെ അടുത്ത് നിന്ന് കഴിക്കാതെ കുറച്ച് ദൂരെ വന്നിട്ടാണ് കാപ്പി കുടിക്കുന്നത്. അങ്ങനെ നല്ലൊരു കടയായിരുന്നു കേട്ടോ, നല്ല ക്ലീനുമായിരുന്നു, ഫുഡ് നല്ല സൂപ്പർ ഫുഡുമായിരുന്നു. പിന്നെ മോൻ ആ സമയത്ത് ഉറക്കമായിരുന്നു. പിന്നെ കുഞ്ഞിനുള്ള ഫുഡ് ഞങ്ങൾ ഒരു ദോശ വാങ്ങിച്ചാണ് കയറിയത്. ഇടയ്ക്ക് ഞാനൊരു അബദ്ധം കാണിക്കുന്നുണ്ട്. ഞാൻ നേരെ വന്ന് തുറക്കുന്നത് ഡ്രൈവർ സീറ്റിലോട്ടാണ്. കാർ ഓടിക്കാൻ അറിയത്തില്ല, അത് തുറന്നു കഴിഞ്ഞാൽ അവസാനം അത് അടച്ചിട്ട് ഞാൻ എൻ്റെ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഈ സാധനം പിന്നെ നമ്മൾ റെസ്റ്റാണ്, കുറച്ച് നേരത്തേക്ക് റെസ്റ്റാണ്. ഇനി ട്രാഫിക്കിൽ പെടുന്നത് ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ ഉറക്കമായിരുന്നു. ഇതൊന്നും വീഡിയോ എടുത്തത് ഞാനുമല്ല. വീഡിയോ എടുത്ത് സഹായിക്കുന്ന നമുക്ക് കിച്ചു കാണാനുണ്ടല്ലോ. അമ്മയൊക്കെ ഫോണിൽ ഇവിടെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കിച്ചുവാണ് വീഡിയോ എടുക്കുന്നത്. ചേട്ടൻ എൻ്റെ ഇവിടെ എന്തോ ആലോചിച്ചിരുന്നുള്ള ഉറക്കമായിരുന്നു. ഞാനും മോനെ സൈഡിലിരുന്ന് ഉറക്കമായിരുന്നു. ഞങ്ങളൊരു 11 മണി, രാത്രി 11 മണിയായപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ബ്ലോക്കിൽ പെട്ടുകൊണ്ടാണ് അത്രയും ലേറ്റ് ആയത്, നല്ല ബ്ലോക്കിലായിരുന്നു. പിന്നെ 3 മണിക്കാണ് ഫുഡും കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.